രാം നാരായണൻ റാം. ധ്യാനം ചെയ്യുന്നതിലൂടെ എന്ത് പ്രയോജനങ്ങൾ ലഭിക്കും? അത് എങ്ങനെ ചെയ്യണം? മുകളിലെ ആകാശം പോലും ധ്യാനം ചെയ്യുന്നു. അത് തൻ്റെ കുറിച്ച് ചിന്തിക്കുന്നു, ലോകത്തിൻ്റെ കുറിച്ച് ചിന്തിക്കുന്നു. ഈ ലോകം എങ്ങനെ മുന്നേറണം, എവിടെയുവരെ മുന്നേറണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. ആരെങ്കിലും വിവരങ്ങൾ നൽകണം എങ്കിൽ അത് എങ്ങനെ നൽകണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. മനുഷ്യൻക്ക് എന്തു വേണം, അതിനെക്കുറിച്ച് ചിന്തിക്കണം. ധ്യാനം ചെയ്യാൻ ഒരു ലക്ഷ്യം സ്ഥാപിക്കണം, അതിനനുസരിച്ച് പ്രവർത്തിക്കണം. വായിച്ചു കിട്ടിയവർ, ബുദ്ധിമാന്മാർ, രാഷ്ട്രീയ പാർട്ടികൾ, അധ്യാപകർ, പ്രൊഫസർമാർ എല്ലാവർക്കും വ്യക്തിഗത ലക്ഷ്യം ഇല്ല. അവരുടെ ലക്ഷ്യം ഉണ്ടായിരുന്നെങ്കിൽ ഭൂമിയുടെ നിലവാരം ഇത്തരത്തിൽ ഉണ്ടായിരിക്കില്ല. ഭൂമിയിൽ ചിലർ വലിയ കൊട്ടാരങ്ങളിൽ താമസിക്കുന്നു, ചിലർ ചെറുകട്ടക്കുടികളിൽ. ഭൂമിയിൽ വ്യക്തിഗത സ്വത്തവകാശം ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കില്ല. ആകാശത്തിൽ നക്ഷത്രങ്ങൾക്കിടയിൽ ഉയരം, താഴ്വാരം, വലിയതും ചെറുതും എന്ന വ്യത്യാസങ്ങൾ ഇല്ല. ആകാശത്തിൽ അണക്കുറവില്ലാത്ത നക്ഷത്രങ്ങൾ ഉണ്ട്. ഭൂമിയിൽ ആരും, ശാസ്ത്രജ്ഞരും പോലും ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങൾ ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. മനുഷ്യരുടെ മനസ്സിൽ ഈ ചിന്തകൾ വരില്ലേ? ഞാൻ ആരാണ്? എവിടെ നിന്നു വന്നത്? മരണം കഴിഞ്ഞ് എവിടെയാകും? ആകാശത്തിന് അറിയാം ഭൂമിയിൽ താമസിക്കുന്ന മനുഷ്യർ എങ്ങനെയാണ്. എത്ര പേർ നല്ലവർ, എത്ര പേർ മോശവർ, എത്ര പേർ ബുദ്ധിയോടെ പ്രവർത്തിക്കുന്നു, എത്ര പേർ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നു, എല്ലാം അറിയാം. ഏതെങ്കിലും പ്രവർത്തനം ചെയ്യുന്നതിന് മുമ്പ് മനുഷ്യൻ ചിന്തിക്കും, ഇത് എനിക്ക് നല്ലതോ മോശമോ? പ്രകൃതി ഈ ചിന്തയിൽ സഹായിക്കുന്നു. അതിനുശേഷം പ്രകൃതിയും ചിന്തയും തമ്മിൽ ബുദ്ധി രൂപപ്പെടുന്നു. അത് മനുഷ്യനെ ഉപദേശിക്കുന്നു, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്ത് നല്ലത്, എന്ത് മോശത്ത് എന്നതിനെക്കുറിച്ച്. എങ്കിലും മനുഷ്യൻ തൻ്റെ ബുദ്ധിയുടെ ഉപദേശങ്ങളെ കേൾക്കില്ല. പ്രതി വ്യക്തിയും അറിയാമായിട്ടാണ് പിഴവ് ചെയ്യുന്നത്. അവർ ചെയ്ത ഓരോ പിഴവിനും അവർ തന്നെ ഉത്തരവാദികളാണ്. ഭൂമിയിൽ പിഴവ് ചെയ്യാത്തവർ ആരും ഇല്ല. പഴയ കാലങ്ങളിൽ വീടുകളിൽ മണ്ണ് ചൂളകളിൽ ഭക്ഷണം പാകം ചെയ്തിരുന്നു. ഞാൻ ഒരു ഗ്രാമത്തിൽ പോയി ഒരു വീട്ടിൽ സ്ത്രീ ചൂളയിൽ ഭക്ഷണം പാകം ചെയ്യുകയായിരുന്നു. അപ്പോൾ അവളുടെ കുഞ്ഞ് ഓടിക്കൊണ്ടുവന്നു ചൂളയുടെ അടുത്ത് സ്വയം നിർത്തി. അമ്മ അവനെ നിർത്താൻ പറഞ്ഞിട്ടില്ലെങ്കിലും അവൻ നിർത്തി. കാരണം കുട്ടിയുടെ ബുദ്ധി അവനെ നിർത്താൻ പറഞ്ഞു. മുന്നേറുകയാണെങ്കിൽ അവൻ കത്തും എന്ന് അവൻ അറിയുന്നു. ഭൂമിയിൽ ചോര, ഡാക്കു എന്നിവർ ബുദ്ധിയുടെ വിരുദ്ധമായി പ്രവർത്തിക്കുന്നു. ചിലർ ചിന്തിക്കും, എൻ്റെ പാപ്പ ധനവന്തൻ ആണെങ്കിൽ ഞാൻ ധനവന്തനാകും എന്ന്. എന്നാൽ അത് എത്രകാലം നിലനിൽക്കും എന്ന് അവർ അറിയില്ല. പഴയ കാലങ്ങളിൽ നിരവധി രാജാക്കന്മാർ ഉണ്ടായിരുന്നു, അവർ പോയി. മുഗൾ രാജാക്കന്മാർ ഉണ്ടായിരുന്നു, അവർ പോയി. ബ്രിട്ടീഷ് ഭരണകാലം ഉണ്ടായിരുന്നു, അത് പോയി. മുൻപ് ഇന്ത്യയിൽ കോൺഗ്രസ് സർക്കാർ ഉണ്ടായിരുന്നു, ഇപ്പോൾ ബി.ജെ.പി. സർക്കാർ ഉണ്ട്. അവർ നല്ല പ്രവർത്തനം ചെയ്യുന്നു. ലോകം മുഴുവൻ മോദി മോദി എന്ന് പറയുന്നു. മനുഷ്യൻ അറിയാമായിട്ടും പിഴവ് ചെയ്യുന്നു. കാരണം ലോകത്തിൻ്റെ സിസ്റ്റം തന്നെ തെറ്റാണ്. സിസ്റ്റം മനുഷ്യനെ ചോരയാക്കുന്നു, മോശം മനുഷ്യനാക്കാൻ ബലം നൽകുന്നു. മുൻപ് രാജവംശം ഉണ്ടായിരുന്നു. ഒരു രാജാവ് ആഗ്രഹിച്ചാൽ പോലും അധികം ചോര ചെയ്യാൻ കഴിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ രാജവംശം ഇല്ല. എല്ലാ സ്ഥലത്തും രാജാക്കന്മാർ, ഫാക്ടോറിയൽ, മന്ത്രി, രാജാവ്, എം.പി., എം.എൽ.എ, രാജാക്കന്മാർ, പഞ്ചായത്തംഗം, രാജാവ്. ഇവരിൽ ആരും സത്യസന്ധരല്ല. ഭൂമിയിൽ വ്യക്തിഗത സ്വത്തവകാശം ഇല്ലെങ്കിൽ ഭൂമിയുടെ ക്ഷേമം ഉറപ്പായിരിക്കും. ദൈവം മുമ്പേ ഭൂമി, പ്രകൃതി, വായു, ജലം എന്നിവ സൃഷ്ടിച്ചു. മനുഷ്യൻ ഭൂമിയിൽ വരുമ്പോൾ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായി
ദൈവം ഇത്തരത്തിൽ ബുദ്ധിമാനായിരിക്കുമ്പോൾ മനുഷ്യൻ എങ്ങനെ ബുദ്ധിമാനാകില്ല? അദ്ദേഹം ചിന്തിക്കരുത്, പ്രകൃതി നമ്മുടെ ഭാവി, പ്രകൃതി നമ്മുടെ പൂർവകാലം, പ്രകൃതി നിലവാരം എന്ന്. മനുഷ്യൻ പ്രകൃതിയെ മാതാപിതാക്കളായി, ഗുരുവായി കാണുകയാണെങ്കിൽ മനുഷ്യൻ നിർമ്മിച്ച വസ്തുക്കളുടെ ആവശ്യം ഇല്ലാതാകും. അതിനാൽ പ്രകൃതിയെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാക്കുക. കൂടാതെ രാം നാരായണൻ റാം എന്ന നാമത്തിൻ്റെ നിരന്തരം ജപിക്കുക. നിങ്ങളുടെ ജീവിതം അനുഗ്രഹീതമാകും.